അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10 ശനിയാഴ്ച. വയനാട്ടിലെ ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാവിലെ 11 മണിയോടെയാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയും മോദിക്കൊപ്പമുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തിയ മോദി ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം പിണറായി വിജയൻ, ആരിഫ് മുഹമ്മദ് ഖാൻ, സുരേഷ് ഗോപി തുടങ്ങിയവരുണ്ടായിരുന്നു. തുടർന്ന് കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയെത്തി ദുരന്തമേഖല സന്ദർശിച്ചു. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും സുരേഷ് ഗോപിയും ഇവിടെയും അനുഗമിച്ചിരുന്നു. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് 2000 കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. സൂചിപ്പാറ, കാന്തൻപാറ ഭാഗത്തു നിന്ന് കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് ഇന്ന് ബത്തേരിയിലെത്തിച്ചു. ഒരു ശരീരഭാഗം കൂടി ഇനി വീണ്ടെടുക്കാനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്ററിലെ ദൗത്യസംഘത്തിന് അടിയന്തരമായി മടങ്ങേണ്ടി വന്ന സാഹചര്യത്തിലാണിത്. ഇനി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മാത്രമേ തിരച്ചിൽ തുടരുകയുള്ളൂ. വയനാട്ടിലെ ദുരിതബാധിതരായ കുരുന്നുകളെ കൈപ്പിടിച്ചുയർത്താൻ ഡോക്ടർ കഫീൽ ഖാൻ. കുരുന്നു മനസ്സുകളിലുണ്ടായ മുറിവുണക്കാൻ സ്നേഹചികിത്സ തന്നെ വേണമെന്നും ഇതിനായി എത്ര കാലം വയനാട്ടിൽ തുടരാൻ സന്നദ്ധനാണെന്നും ഡോക്ടർ കഫീൽ ഖാൻ ദില്ലിയിൽ പറഞ്ഞു. പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തെ കേന്ദ്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും കഫീൽ ഖാൻ പറഞ്ഞു. ഗോരഖ്പൂരിലെ BRC മെഡിക്കൽ കോളേജിൽ ജീവവായു കിട്ടാതെ പിഞ്ചുകുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ച സംഭവം പുറം ലോകത്തെത്തിച്ച് UP സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയ ഡോക്ടർ കഫീൽ ഖാൻ ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് NDRF, കരസേന, വ്യോമസേന, നാവികസേന, അഗ്നിശമന സേന, സിവിൽ ഡിഫൻസ് തുടങ്ങി 1200-ലധികം രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചതായി കേന്ദ്രം. 71 മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായ ബെയിലി പാലം സൈന്യം നിർമ്മിച്ചു. NDRF സംഘം 30 പേരെ ദുരന്തബാധിത മേഖലയിൽ നിന്ന് രക്ഷിച്ചതായും 520 പേരെ മാറ്റിപ്പാർപ്പിച്ചതായും 112 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും കേന്ദ്രം വിശദമാക്കുന്നു. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജിയോളജി വകുപ്പ്. കിണറുകളിലെയോ തോടുകളിലെയോ വെള്ളം കലങ്ങിയിട്ടില്ല. വെള്ളത്തിന്റെ ഉറവ പുതിയതായി രൂപപ്പെട്ടുമില്ല. അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജിയോളജിക്കൽ വകുപ്പിന്റെ റിപ്പോർട്ട്. ഉരുൾപൊട്ടൽ സമയത്ത് സ്ഥാനചലനം സംഭവിച്ച പാറക്കൂട്ടങ്ങൾ കൂടുതൽ താഴേക്ക് ചെരിഞ്ഞിരിക്കുന്നതിന്റെ പ്രകമ്പനമാകാം അനുഭവപ്പെട്ടെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ നിഗമനം. പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. സംസ്ഥാനത്ത് നാളെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മറ്റന്നാൾ മുതൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങുന്നതിൽ 2 ദിവസത്തിനകം തീരുമാനം. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് കുറയുന്നതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചെന്ന് AKM അഷ്റഫ് MLA അറിയിച്ചു. നേവിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി. ഡാം സുരക്ഷിതമെന്ന വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറ ആണ് ഹർജി നൽകിയത്. കേരളത്തിന് ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ പറയുന്നു. വയനാട് ദുരന്തം കണക്കിലെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ഈ സാമ്പത്തിക വർഷം കേന്ദ്രം ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് മഹാരാഷ്ട്രയ്ക്ക്. പലതവണ പ്രളയത്തിൽ മുങ്ങിയ മഹാരാഷ്ട്രയ്ക്ക് മുൻ വർഷങ്ങളിലെ നീക്കിയിരിപ്പ് അടക്കം 2984 കോടി രൂപ കേന്ദ്രം നൽകി. കേരളത്തിനാകട്ടെ ഈ വർഷം 291 കോടി രൂപ മാത്രമാണ് പ്രകൃതി ദുരന്തം നേരിടാൻ കേന്ദ്രവിഹിതമായി കിട്ടിയത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുന്നതിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുകയാണെന്ന് വി.ഡി. സതീശൻ. വയനാട് സന്ദർശനത്തിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ മാത്രമായി കൈകാര്യം ചെയ്യാവുന്ന ദുരന്തമല്ല ഉണ്ടായിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നടൻ മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അജു അലക്സിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതികരണവുമായി തിരുവല്ല CI സുനിൽകൃഷ്ണൻ. ഇങ്ങനെയുള്ള യൂട്യൂബർമാരെ കടിഞ്ഞാൺ ഇടേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ നടപടി എടുത്താലേ ഇത്തരക്കാരെ നിയന്ത്രിക്കാനാകൂ. ടെറിട്ടോറിയൽ ആർമിയും ചെകുത്താനെതിരെ കേസിന് പോകുമെന്നാണ് അറിയുന്നത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കോട്ടയം നഗരസഭയിൽ നിന്ന് 3 കോടി രൂപ തട്ടിയ സംഭവത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. വൈക്കം നഗരസഭയിലെ ക്ലർക്കായ അഖിൽ C. വർഗീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. തട്ടിപ്പ് പുറത്തുവന്നതിനെ തുടർന്ന് ഒളിവിൽ പോയ അഖിലിനായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. സപ്ലൈകോയുടെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് വൻ ഓഫറുകളും വിലക്കുറവുകളും നൽകുന്ന 50/50 സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്നീ പദ്ധതികൾ ഓഗസ്റ്റ് 13 അവസാനിക്കും. ജൂൺ 25 മുതൽ 50 ദിവസത്തേക്ക് ആയിരുന്നു ഈ പദ്ധതികൾ നടപ്പിലാക്കിയത്. നിലവിലുള്ള വിലക്കുറവിന് പുറമെയാണ് ഹാപ്പി അവേഴ്സിലെ 10% വിലക്കുറവ്. ഈ പദ്ധതിയുടെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അവ ഉടൻ പുറത്തുവിടുമെന്നും ഹിൻഡൻബർഗ് റിസർച്ച്. അദാനിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ വൻ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. 2023 ജനുവരി 24 അദാനി ഗ്രൂപ്പിൽ അടിമുടി തട്ടിപ്പാണെന്ന റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. ഹിൻഡൻബർഗിന്റെ അടുത്ത റിപ്പോർട്ട് എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യക്കാർ. സ്വകാര്യ കോളേജിലെ ഹിജാബ് നിരോധനം ശരിവെച്ച മുംബൈ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. NG ആചാര്യ ആൻഡ് DK മറാഠ കോളേജിലെ 3 വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിലാണ് വിധി. ക്യാമ്പസിൽ ഹിജാബ്, തൊപ്പി, ബാഡ്ജുകൾ എന്നിവ ധരിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ 1000-ലധികം പേർ കാത്തുനിൽക്കുന്നുവെന്ന് റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തുനിൽക്കുന്നത്. BSF ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വീണ്ടും ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിച്ചു. രാജ്യത്ത് 900 കിലോമീറ്റർ പുതിയ റെയിൽവേ പാതയ്ക്ക് അനുമതി. കേന്ദ്രമന്ത്രിസഭ 24,657 കോടി രൂപയുടെ പുതിയ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. 7 സംസ്ഥാനങ്ങളിലെ 8 പാതകൾക്കാണ് അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് 8 റെയിൽവേ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ചൈനീസ് ബഹിരാകാശ റോക്കറ്റായ ലോങ് മാർച്ച് 6A തകർന്നു. ലോ എർത്ത് ഓർബിറ്റിൽ വെച്ചാണ് റോക്കറ്റ് തകർന്നത്. ഇതിന്റെ ഫലമായി ഭ്രമണപഥത്തിലെ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയായി 100 കണക്കിന് അവശിഷ്ടങ്ങൾ രൂപപ്പെട്ടതായാണ് വിവരം. ഗാസ സിറ്റിയിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി. അൽ സഹാബ ഏരിയയിലെ അൽ തയബിൻ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിലേക്കും തിരിയുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചു. പ്രതിഷേധക്കാർ ബംഗ്ലാദേശ് സുപ്രീം കോടതി വളഞ്ഞു. സ്ഥിതിഗതി വഷളായതായും ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി പരിസരത്ത് നിന്ന് മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.